ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരേ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയും കൂടെ ശരത്തിന് എക്സാം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാടകത്തിൻ്റെ കലാശക്കൊട്ടായി തന്നെ സച്ചി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈ ഒരു സമയത്ത് രേവതി രേവതിയെ സച്ചി പറയുന്നുണ്ട് ഇതൊരു അഭിനയമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ചെവി കൊള്ളാതെ തന്നെ സച്ചിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് പോലീസ്. തൊട്ട് പിന്നാലെ തന്നെ രേവതി ഓടി ചെല്ലുന്ന സമയത്ത് ശരത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകണി പോട്ടെ ചേച്ചി, ഈ നടുറോട്ടിൽ കടന്ന് ചേച്ചീനെ ആക്രമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് രേവതി എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടത്. പെട്ടെന്ന് ശരത്ത് പറയുന്നുണ്ട് ഈ ഒരു കാര്യം എന്നോടൊന്നും നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയെ സമാധാനിപ്പിച്ചതിന് ശേഷം ശരത്തും രേവതികളും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചി സെല്ലിൽ കടന്നുകൊണ്ട് തന്നെ ഇതെല്ലാം തൻ്റെ അഭിനയമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസുകാർ അതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട് എന്നെ ഊതുന്ന സാധനം വെച്ചൊന്ന് ഊതി നോക്ക് സാർ, ഞാനെന്തായാലും മദ്യപിച്ചിട്ടില്ല, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും താൻ ഒന്നും പറയണ്ട, താൻ അവിടെ കാണിച്ച കോലാഹലങ്ങളെല്ലാം ഞങ്ങൾ കണ്ടാണ്, താൻ നല്ല മദ്യപാനിയാണ് ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പോലീസുകാർ പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ശരത്തിനെ കൂട്ടിക്കൊണ്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി വന്ന ഉടനെ തന്നെ SIയോടായിട്ട് ഇങ്ങനെ ശരത്തിനെ എക്സാം എഴുതിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കളിച്ചൊരു നാടകമായിരുന്നു ഇതെന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നാടകം കളിക്കാനുള്ള സ്ഥലമാണോ ഇത്? എനിക്കെന്തായാലും നിങ്ങളുടെ ഭർത്താവിനെ പുറത്തിറക്കാനാവില്ല, അറസ്റ്റ് ചെയ്തിരിക്കുന്ന CI മേഡമാണ്, CI മേഡത്തിനോട് സംസാരിച്ചാൽ മാത്രമാണ് സച്ചിയെ പുറത്തിറക്കാനാവുകയുള്ളൂ എന്നൊക്കെ SI പറയാം കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി CI മേഡം എവിടെ, ഞാൻ അവരോട് പോയി സംസാരിച്ചിട്ട് വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മേഡം ഉച്ച കഴിഞ്ഞ് ലീവാണ്, നിന്ന് നാളെ രാവിലെ ഉണ്ടാവുകയുള്ളൂ എന്ന് SI പറയുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം രേവതി ഏതെങ്കിലും വിധേന CI മേഡത്തെ കാണാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് ഒരു രീതിക്കും കാണാൻ സാധിക്കില്ല, എന്തായാലും ഇന്നൊരു ദിവസം സച്ചി പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ SI പറയുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. രേവതി വേഗം തന്നെ SIയോട് ചോദിക്കുന്നത് എനിക്ക് സച്ചിയാണ് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കാണാം, പക്ഷേ അധികം നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല, വേഗം സംസാരിച്ചിട്ട് പോയിക്കോളാൻ പറയണം. അങ്ങനെ ശരത്തും രേവതിയും കൂടെ കൂടിയിട്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. സച്ചി സെല്ലിൽ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. രേവതിക്ക് മാത്രമല്ല ശരത്തിന് സങ്കടമാവുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറയുകയാണ് നീ ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഇവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതിന് മാത്രം തെറ്റൊന്നും ചെയ്തില്ലല്ലോ, എന്ത് റിസ്ക് ഞാനിവിടെ കിടക്കേണ്ടി വരും, നീ ശരത്തിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയുമ്പോഴത്തെ രേവതി അതിനൊന്നും തന്നെ ഒരുക്കല്ല കേട്ടോ. സച്ചിയേട്ടനില്ലാതെ ഞാൻ എങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാണ്. സച്ചിയേട്ടൻ രേവതിനെ സമാധാനിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി പറയുകയാണ് എന്തായാലും ഉന്നതിയിൽ നിന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സച്ചിയേട്ടനെ പുറത്തിറക്കാൻ സാധിക്കും, ഞാൻ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോണും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകണം. ഇതേ സമയം തന്നെ ശരത്താകട്ടെ സച്ചിനോട് താൻ കാരണമുള്ള സച്ചിയേട്ടൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞൊരു ക്ഷമ പറയുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ ശരത്തിൻ്റെ മാറ്റത്തിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ശരത്തിനെ സമാധാനിപ്പിച്ച് നിർത്തുകയും ചെയ്യട്ടോ. പുറത്തേക്ക് ഇറങ്ങി ചെന്ന രേവതിയാണെങ്കിൽ താൻ ആരെ വിളിക്കുമെന്നുള്ള ടെൻഷൻ നിൽക്കുന്ന സമയത്ത് വേഗം വരുന്ന പേരെന്ന് പറഞ്ഞ വർഷയുടെ പേരാണ്. വേഗം തന്നെ വർഷയെ വിളിച്ചിട്ട് വർഷ നീ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ എന്ത് പറ്റി ചേച്ചി എന്ന് വർഷ ചോദിക്കുമ്പോഴത്തേക്കും സച്ചിയേട്ടൻ ജയിലിലാണെന്ന് പറയുമ്പോൾ വർഷ ഞെട്ടിപ്പോവാൻ കേട്ടോ. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ രേവതി വർഷയോട് പറയുന്ന സമയത്ത് എന്തെങ്കിലും കാണിച്ച് അബദ്ധമായി പോയി രേവതി ചേച്ചി, ഞാൻ എന്തായാലും അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരാം, ഞാൻ രേവതി ചേച്ചി തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തതിന് ശേഷം മധുസൂദൻ്റെ ഫോണിലേക്കായിട്ട് വിളിക്കുന്നുണ്ട്. മധുസൂദൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്ന മഹിമയാണ്. മഹിമയോടായിട്ട് തൻ്റെ ആവശ്യം പറയുന്ന സമയത്ത് മഹിമ വേഗം പറയുന്നുണ്ട് ഞാൻ എന്തായാലും മധുവേട്ടൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക, ഇത് നിൻ്റെ ആരാണെന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്നും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. സ്പീക്കറിൽ ഫോൺ ഇട്ടതിന് ശേഷം മധുസൂദൻ്റെ കയ്യിലേക്ക് മഹിമ ഫോൺ കൊടുക്കുന്ന സമയത്ത് മധുസൂദനൻ പറയുന്നുണ്ട് അങ്ങനെ കേസൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെ കേസിൽ ഇടപെട്ട് നാണങ്ങളെ എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളുടെ ഏതോ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് വർഷ പറയുന്നത് എന്നൊക്കെ മഹിമ പറയുന്നുണ്ട്. ആരാണ് ഏത് പോലീസ് സ്റ്റേഷനാണെന്നൊക്കെ ഒന്ന് ചോദിക്കാനായിട്ട് മധുസൂദനൻ പറയുന്ന സമയത്ത് വർഷ സച്ചിയുടെ പേര് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മധുസൂദനൻ തല തൊട്ട് കാല് വരെ അരച്ചു കയറുകയാണ് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റില്ല അവനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാനായിട്ട്, അവനെ എങ്ങനെ സ്റ്റേഷനിൽ കടത്താമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ, എന്നെ അത്ര വളരെയധികം മോശമായ രീതിയിൽ തന്നെ ചിത്രീകരിച്ചാൽ എന്നെ തല്ലിയവനാണ് അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കണം മധുസൂദനൻ. പെട്ടെന്ന് തന്നെ മഹിമ വർഷയോടായിട്ട് പറയാം നീ കേട്ടല്ലോ, ഡാഡി പറഞ്ഞ എന്താണെന്ന് കേട്ടല്ലോ, അവനെ ഇറക്കാനായിട്ട് ഇങ്ങോട്ടേക്കൊരു റിക്വസ്റ്റുമായിട്ട് നീ വിളിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് മഹിമ കോള് കട്ട് ചെയ്യാണ്. കോള് കട്ട് ചെയ്തതിന് ശേഷം മധുസൂദനൻ മഹിമയോട് പറയുന്നത് കണ്ടില്ല നിൻ്റെ മോക്ക് യാതൊരുവിധ മാറ്റമില്ല, അവന് വേണ്ടി സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. കൂട്ടത്തിൽ തന്നെ മധുസൂദനൻ ഒരു കുബുദ്ധിയും കൂടി മഹിമയ്ക്ക് ഓതി കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരു കാര്യം വർഷയുടെ അമ്മായിയമ്മയുടെ അടുത്ത് പോയി പറഞ്ഞ് അവർ തന്നെ ആ ഒരു കുടുംബം കലക്കുന്ന കാര്യം തീരുമാനമായിക്കോളും, അങ്ങനെ രവിയുടെ സമാധാനം കിട്ടുള്ളൂ, എത്രയും വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മധുസൂദന മഹിമയെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ വർഷയാകട്ടെ വളരെ സങ്കടത്തോടെ തന്നെ രേവതിയെ വിളിച്ചിട്ട് തനിക്ക് സഹായിക്കാനാവില്ല, അച്ഛൻ ചെയ്തു തരില്ല എന്നൊക്കെ പറയുമ്പോഴത്തേ രേവതി പറയുന്നുണ്ട് നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, എന്തായാലും നീ എന്നെ സഹായിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ശ്രമിച്ചല്ലോ, അത് മതി എനിക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വളരെയധികം സങ്കടത്തോട് തന്നെ രേവതി സച്ചിയുടെ അടുത്ത് എന്നതിന് ശേഷം ഇങ്ങനെ താൻ വർഷയാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ നീ എന്തിനാ വർഷയെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്, വർഷയ്ക്ക് നമ്മളെ സഹായിക്കണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിലും അവൾ വിളിക്കുന്ന അവളുടെ ഡാഡിയല്ലേ, അവരെങ്ങനെയെങ്കിലും എന്നെ ജയിലിൽ കടത്താനാണ് ആഗ്രഹിക്കുന്നത്, അവരെന്തായാലും സഹായിക്കാനൊന്നും പോകുന്നില്ല, നീ എന്തായാലും പേടിക്കാതെ ശരത്തിൻ്റെ കൂടെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് ഒരു കണക്കിന് രേവതിനെ അവിടുന്ന് പറഞ്ഞു വേണ്ട. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ രേവതിയോടായിട്ട് പറയുന്നുണ്ട് വീട്ടിലെ ഒരു കാര്യമൊന്നും പറയുന്നു വേണ്ട, ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് സങ്കടമാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. രേവതി വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഹാളിൽ തന്നെ ചന്ദ്ര ഇരിപ്പുണ്ടാവും. ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ ഇത് എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ കുറച്ചധികം പൂക്കളുടെ ഓർഡർ ഉണ്ടായിരുന്നു, ആ പൂക്കൾ കെട്ടാൻ പോയതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ രവി താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം നിൻ്റെ ഭർത്താവ് എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചേട്ടന് ഓട്ടം പോയി നാളെ കാലത്തേ വരികയുള്ളൂ എന്ന് രേവതി വളരെ സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര ചോദിക്കുകയാണ് ഓട്ടം വന്ന് പോലീസ് സ്റ്റേഷനിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ ശ്രുതിയും അങ്ങോട്ടേക്ക് വരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷവും ചന്ദ്ര രേവതിനോട് പറയുന്നു പോലീസ് സ്റ്റേഷനിലായിരിക്കില്ല നിനക്ക് പൂക്കൾ കെട്ടാനുള്ള ഓർഡർ വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിനെ സച്ചിനെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് വളരെ മോശമായിട്ട് തന്നെ ചന്ദ്ര അവിടെ പെരുമാറാണ്. പെട്ടെന്ന് തന്നെ രവി പറഞ്ഞു എന്ത് പറ്റി മോളെ, അവനെ എന്തിനാ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയോട് സംസാരിക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.